ഡിസംബർ 23 കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ എക്സിക്യൂട്ടീവിൽ വെച്ചെടുത്തൊരു തീരുമാനത്തിന് ശേഷം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. സംസ്ഥാന സർക്കാർ കാലാകാലങ്ങളിലായി സിനിമാ ഇൻഡസ്ട്രിയോട് കാണിക്കുന്ന ഒരു അവഗണന, അതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയും കാര്യങ്ങളും നടന്നതിന് ശേഷം ഒരു സമരം എന്നുള്ള ലെവലിൽ മുമ്പോട്ട് പോകണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് തുടർ ചർച്ചകളെല്ലാം നടന്നു. ഏറ്റവും അവസാനമാണ് ഇന്ന് എല്ലാ സംഘടനയുടെയും ഭാരവാഹികൾ പ്രധാനമായിട്ടുള്ള എല്ലാവരും ഇവിടെ എത്തിയിരുന്നു. അതിൽ തീരുമാനമെടുത്തിരിക്കുന്നത് ഈ ജനുവരി 21 ഒരു സൂചനാ സമരം നടത്തുക എന്നുള്ളതാണ്. ഇൻഡസ്ട്രി പൂർണ്ണമായി സ്തംഭിപ്പിച്ചുകൊണ്ട് സൂചനാ സമരം നടത്തുകയും ഒപ്പം സർക്കാരിൽ നിവേദനം കൊടുക്കാനായിട്ടും ഇതിൻ്റെ ഇൻ്ററിമിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് മീറ്റിംഗ് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അല്ല, 2-3 തീയതികൾ പറഞ്ഞിരുന്നു. 9-ാം തീയതി എന്ന് പറഞ്ഞു, പിന്നെ 14-ാം തീയതി എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് അത് ഓവർ ദ ഫോൺ ഉള്ള കോൺടാക്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ ഡിക്ലറേഷൻ നടത്തിയതിന് ശേഷം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും KSFDCയുടെ ചെയർമാനും ഒക്കെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ഇതുവരെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇല്ല, ചർച്ചയുടെ ഡേറ്റുകളെ പറ്റി ചർച്ച നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചർച്ചയുടെ ഒരു ഡേറ്റിനെ പറ്റി ഒരു ഇത് പറഞ്ഞു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഡബിൾ ടാക്സേഷൻ. ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല ഈ ഡബിൾ ടാക്സേഷൻ. GST 2017 വന്നതിന് ശേഷം ഈ സംസ്ഥാന സർക്കാരല്ലാതെ 8.5% 100 രൂപയുടെ മുകളിലുള്ളതിനും 5% 100 രൂപയ്ക്ക് താഴെയുള്ള ടിക്കറ്റുകൾക്ക് 100 വരെയുള്ള ടിക്കറ്റുകൾക്കും എൻ്റർടൈൻമെൻറ്റ് ടാക്സ് യഥേഷ്ടം. അതിന് അവർ പറയുന്ന കാരണം വളരെ ബാലിശമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതത്തിൽ നഷ്ടം വരാതിരിക്കാനായിട്ടാണ്. 9% സംസ്ഥാന സർക്കാരിന് GST ഇനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ 9% നേരെ തദ്ദേശ സ്വയംഭരണ അതിൻ്റെ ഓർഡറുകൾ നമ്മുടെ ഇരിപ്പുണ്ട്. ആദ്യത്തെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തപ്പം ബഹുമാനപ്പെട്ട ശ്രീ തോമസ് ഐസക് അദ്ദേഹം ഇത് ഞങ്ങളൊരു മീറ്റിങ്ങിൽ പോയി അദ്ദേഹം നിർത്തലാക്കാമെന്ന് ഉറപ്പ് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷം ഇറക്കിയിട്ടുള്ള ഗവൺമെൻറ് ഓർഡറിൽ അപ്രോഷൻ ചെയ്ത് ഈ കേരളത്തിലുള്ള എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും സർക്കാരുകൾക്കും എമൗണ്ടുകൾ കൊടുത്തു. പിന്നീട് അവർക്കൊരു വീണ്ടും വിചാരം ഉണ്ടായതെന്ന് വെച്ചാൽ ഇവിടെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വീണ്ടും ടാക്സ് ചെയ്യാനൊരു ഉപാധി അവിടെ കിടപ്പുള്ളതുകൊണ്ട് അവർ വീണ്ടും ടാക്സേഷൻ ഒരു വർഷം പോലും തികയുന്നതിനിപ്പുറം വീണ്ടും തുടങ്ങി. അങ്ങനെയാണ് ഈ ഡബിൾ ടാക്സേഷൻ അല്ല, ബലത്തിൽ ട്രിപ്പിൾ ടാക്സേഷനാണ്. GST വരുന്നു, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് വരുന്നു. എൻ്റർടൈൻമെൻറ്റ് ടാക്സിന് GST കൊടുക്കേണ്ട ഗതികേടാണ്. അതിന് ഭീമമായ തിയേറ്ററുകളിൽ കുടിശ്ശിക വരുന്നുണ്ട്, അതിന് ഭീമമായ പലിശയും വരുന്നുണ്ട്. അപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മൾട്ടിപ്പിൾ ആവശ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതെ, 100% അത് ഒഴിവാക്കി തരണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. അതെ ഷൂട്ടിംഗ് എല്ലാം നിർത്തിവെച്ചിട്ട് അന്ന് നടക്കുന്ന എല്ലാ ഷൂട്ടിങ്ങുകളും നിർത്തിവെച്ചിട്ട് ആ ദിവസം പൂർണ്ണമായും സിനിമ ഇൻഡസ്ട്രിയുടെ ഏതാവശ്യത്തിൻ്റെ കൂടെയും ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന എല്ലാ കാര്യത്തിൻ്റെ കൂടെ അമ്മ ഉണ്ടാവും. ഞങ്ങളും അതിൻ്റെ ഭാഗം തന്നെ. അല്ല, ആ നിസ്സഹകരണം സർക്കാർ നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ നിസ്സഹകരണം തുടരും. ഒരു സംശയമില്ലാത്ത കാര്യമാണ് അത്. ഇതേ വേദിയിലിരുന്ന് അന്ന് ഈ കസേരയിൽ ഞാനല്ലായിരുന്നു, സുരേഷേട്ടനായിരുന്നു. ആ ഡിക്ലറേഷൻ നടത്തി ഞങ്ങൾ ജൂണിൽ അതിൻ്റെ ഡീറ്റെയിൽസ് സുരേഷേട്ടനായിരിക്കും പറയുന്നത് ഉചിതം. കാരണം വെച്ചാൽ തുടർന്നുള്ള ചർച്ചകൾക്ക് അദ്ദേഹത്തെയാണ് മന്ത്രി വിളിച്ചത്. ഒരു വട്ടം ചർച്ച നടന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് അതിവിടെ അറിയണം. ഇപ്പോൾ ഏകദേശം 10 മാസത്തോളമായി അത് നടന്നതിന് ശേഷം.